പലതരം ചേരുവകൾ. ഇന്ന് നമുക്ക് സ്പൈസിയും ക്രിസ്പിയും എന്നാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള കേരള മിക്സ്ചർ തയ്യാറാക്കാം. വളരെ എളുപ്പമാണത് തയ്യാറാക്കാൻ. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണേ. മിക്സർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഈ വലിയ ബൗളിൽ 2 കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് ബേസിൻ. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. വറുത്ത അരിപ്പൊടി ആട്ടോ അത്, അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന തരിയില്ലാത്ത അരിപ്പൊടി. നമ്മൾ അരിപ്പൊടി ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാട്ടോ. 2 കപ്പ് കടലമാവിന് 1/2 കപ്പ് അരിപ്പൊടി കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് ക്രിസ്പിനെസ് കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കടലമാവിൻ്റെ മിക്സറിലും ബലം കുറവായിരിക്കും ഇതിന്. ഇനി നിങ്ങൾ അരിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാട്ടോ, അപ്പോൾ ഇച്ചിരിയും കൂടി ബലം വരുന്നുള്ളൂ. ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഒട്ടും ബലം ഉണ്ടാവില്ല. നമ്മൾ തൊടുമ്പത്തേനും കൂടെ പൊടിഞ്ഞു പോകണം, നല്ലൊരു സ്ട്രക്ചറാണ് ഇതിനുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതൊരു മീഡിയം എരിവാട്ടോ, ഒരുപാട് അങ്ങ് എരിവില്ല, എരിവൊട്ടും കുറവില്ല. ഇത് പാകമായിരിക്കും. നിങ്ങൾ ഈ എരിവിന് എടുത്താൽ മതി. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മുളക് പൊടി ഇട്ട് നമ്മളൊന്ന് തരുമല്ലോ, അപ്പോൾ ഇട്ടാൽ മതി. നമ്മൾ ആദ്യം പൊരിക്കുമ്പോൾ തന്നെ മുളക് കൂടി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഈ പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിച്ചിടാട്ടോ, കടലമാവിനൊക്കെ പെട്ടെന്ന് ഉപ്പ് കൂടും. അതുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് കുഴച്ച് കഴിയുമ്പോൾ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിൽ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. കടലമാവിൽ നിങ്ങൾക്കറിയാം പെട്ടെന്ന് കട്ട പിടിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മളൊന്ന് അരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൊടിയൊക്കെ കട്ട പിടിച്ചൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതങ്ങോട്ട് വിട്ട് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുഴക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പൊടിയും അരിച്ചെടുത്ത് കഴിഞ്ഞ് ഇതിൽ നിന്ന് ഒരു 1/4 കപ്പോളം നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 1/2 കപ്പിൽ കൂടുതലായിട്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് മതി കേട്ടോ. ഒരുപാടങ്ങായ ബൂന്തി തന്നെ ആയിരിക്കുമല്ലോ മിച്ചറിൽ. ബൂന്തി ഉണ്ടാക്കാനുള്ള പൊടി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പൊടിയിലേക്ക് കായപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ഇത് വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ. സാധാരണ കടലമാവ് നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി ലൂസിനെല്ലാം എടുക്കല്ലേ, ആ ഒരു ഓർമ്മയ്ക്ക് വെള്ളം ഒഴിച്ചത് ഇച്ചിരി അങ്ങ് കൂടിപ്പോയി. ഞാൻ ഓർത്തില്ല മിച്ചറിൻ്റെ കാര്യം. അതുകൊണ്ട് ബൂന്തിക്ക് എടുത്ത് വെച്ചെന്നെടുത്താണ് ഞാൻ പിന്നെ മിച്ചറിൻ്റെ മാവ് ശരിയാക്കി എടുത്തത്. അതുകൊണ്ട് ബൂന്തി ഇച്ചിരി കുറഞ്ഞുപോയി. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. ഇതിൽ വെള്ളം കുറഞ്ഞായിട്ടുണ്ടെങ്കിൽ നമ്മൾ പീച്ചുന്ന സമയത്ത് നുറുങ്ങി പോകും. നമുക്ക് കറക്റ്റായിട്ട് നൂല് പോലെ പീച്ചെടുക്കാൻ പറ്റത്തില്ല. കൂടി പോയാലും പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ടുപോരും. അതുകൊണ്ട് കറക്റ്റ് പാകമായിരിക്കാൻ ശ്രദ്ധിക്കാം. നമ്മൾ കുഴച്ചിങ്ങനെ എടുക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോകരുത്. ഇത് കടലമാവാണ്, മൈദമാവ് മാതിരി അങ്ങനെ അവിടെ വലിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു വലിച്ചിൽ അതിനുണ്ടായിരിക്കണം. അതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ച പൊടിയിലേക്ക് ഒരു നുള്ളു കായപ്പൊടി നിർബന്ധമല്ല, നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് സോഡാപ്പൊടി നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് വെള്ളമൊഴിച്ച് ബാറ്റർ റെഡിയാക്കാം. നമ്മുടെ ബാറ്റർ ഒരുപാടങ്ങ് ലൂസായി പോകരുത് കേട്ടോ, അപ്പോൾ നമ്മുടെ ബൂന്തി കറക്റ്റായിട്ട് വരത്തില്ല. നല്ല തിക്ക് ബാറ്റർ റെഡിയാക്കാം. നമ്മൾ ദോശയ്ക്കും വെള്ളയപ്പത്തിനൊക്കെ എടുക്കുന്ന ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ. ഇനി മിച്ചറിലേക്ക് വേണ്ട കപ്പലണ്ടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ ഒരു 3/4 കപ്പോളം കപ്പലണ്ടി എടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എൻ്റെ സാധാരണ കപ്പലണ്ടി ഉണ്ടായില്ല കേട്ടോ, അതാണ് ഞാനിവിടെ മസാലയുള്ള കപ്പലണ്ടി എടുത്തേക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ മസാലയൊന്നും ഇല്ലാത്ത സാധാരണ വറുത്ത കപ്പലണ്ടി മതിയാവും. ഇനി നിങ്ങളുടെ മസാലയുള്ള കപ്പലണ്ടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നെ വറുക്കാൻ നിൽക്കേണ്ടത്, ജസ്റ്റ് മിച്ചറിലേക്ക് ഇട്ടാൽ മതിയാവും. ഇനി സെയിം അളവിൽ തന്നെ പൊട്ടുകടലയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ, 3/4 കപ്പ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. പൊട്ടുകടലയൊക്കെ ഒരുപാട് മിക്സറിൽ കിടക്കുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് 1/4 കപ്പൊക്കെ എടുക്കാം. അതുപോലെ കപ്പലിൻ്റെ എന്തോരട്ടാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 5-10 വെളുത്തുള്ളി ചതച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ തൊണ്ട കളയണമെന്നില്ല കേട്ടോ. ഏറ്റവും മുകളിലുള്ള നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന ആ തൊണ്ട മാത്രം കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മുടെ മിക്സറിന് നല്ലൊരു ഫ്ലേവറും തരും. അത് മാത്രമല്ല മിക്സറിൽ കിടക്കുന്ന ഈ വെളുത്തുള്ളി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 10-20 വരെയൊക്കെ ആവും കേട്ടോ. വെളുത്തുള്ളി പോലെ തന്നെ മിക്സറിന് നല്ലൊരു ഫ്ലേവർ തരുന്നതാണ് വേപ്പിലയും. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേപ്പില എടുക്കുക. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് വേപ്പില എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മിക്സറിലേക്ക് വറുത്തെടുക്കേണ്ടതായ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ കുഴച്ച് വെച്ച മിക്സറിൻ്റെ ഡോ വറുത്തെടുക്കാം. അതിനായിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചാണ് നമുക്ക് വേണ്ടത്. അച്ചിനകത്ത് നമ്മൾ മാവ് വയ്ക്കുമ്പോൾ ഒട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തേച്ചെടുക്കാം. അച്ചിൻ്റെ നമ്മളെടുക്കുന്ന ദ്വാരം അനുസരിച്ചിരിക്കും നമ്മുടെ മിക്സറിൻ്റെ സൈസ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദ്വാരത്തിലുള്ളത് എടുക്കാം. ഏറ്റവും നൂല് പോലെയുള്ളത് എടുക്കാത്തത് നല്ലത്. അത് നമ്മൾ യെല്ലോ മിക്സർ വാങ്ങിക്കുമല്ലോ, ആ സൈസേ ഉണ്ടാവത്തുള്ളൂ. എൻ്റെ ഉള്ള അച്ചിൽ ഏറ്റവും ചെറിയ ദ്വാരം ഇതാണ്. പക്ഷേ ഇതിലും ചെറിയ ദ്വാരമുള്ള അച്ചുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയെങ്കിലും ദ്വാരമുള്ളത് എടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ടുള്ളത് എടുക്കുക. മിക്സർ വറുത്തെടുക്കാനുള്ള ചട്ടി ഞാനിവിടെ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഒഴിച്ചെടുക്കാം. ഞാനിവിടെ പാം ഓയിലാട്ടോ ഉപയോഗിക്കുന്നത്. ഈ ഓയിൽ ചൂടാകുമ്പോഴത്തേനും നമുക്ക് അച്ചിലേക്ക് മാവ് ഫില്ല് ചെയ്യാം. കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ തേച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ ഫില്ല് ചെയ്യുന്ന പോലെ 3/4 ഭാഗത്തോളം ഫില്ല് ചെയ്യുക. കുത്തി നിറച്ച് ഫില്ല് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഫില്ല് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നേരെ വെച്ചേക്കുന്നത്. നമ്മൾ പീറ്റിയ ശേഷം പിന്നെ ഇങ്ങനെ നേരെ വെക്കരുത്, താഴെയൊക്കെ മാവാകും. ഇനി നമ്മുടെ മാവ് കുഴച്ചേക്കുന്നത് കറക്റ്റാണോ പൊട്ടി പോകുമെന്നൊക്കെ അറിയാനായിട്ട് എണ്ണയിലേക്ക് ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പീച്ച് നോക്കാം. അപ്പോൾ നൂല് പോലെ പൊട്ടി പോവാതെ വരണുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഭാഗമാണ്. പൊട്ടി പോകുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ വെള്ളം കൂടി പോയിട്ടുണ്ടാവും, കുറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് പിന്നെ പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഓയിലിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്യുന്ന സമയത്ത് ഓയിലിന് നന്നായിട്ട് ചൂടുണ്ടായിരിക്കണം, എന്നാൽ അതിൽ നിന്ന് പുകയെടുക്കുകയും ചെയ്യരുത്. നമ്മുടെ ഈ മാവ് വേവാനായിട്ട് കൂടി വന്ന 10 സെക്കൻഡ് മതി. അതുകൊണ്ട് തന്നെ നല്ല പുകയണ സമയത്തൊക്കെ നമ്മൾ ഇതങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 3 ലെയറിൽ കൂടുതൽ ചുറ്റിക്കരുത് കേട്ടോ. ഓവറായിട്ട് നമ്മൾ ചുറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്തൊക്കെ വേവാണ്ട് വരും. ഇനി നിങ്ങൾക്ക് ഓയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പേടിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് രണ്ടാമത്തെ ട്രിപ്പ് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ 2-3 സെക്കൻഡായി ഞാനിത് ഇട്ടിട്ട് അടിഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം.
ഒരുപാട് അങ്ങ് മുറുകാനും കളർ മാറാനൊന്നും നിൽക്കണ്ട കേട്ടോ. നമ്മൾ കോരി വെച്ച ശേഷം ഇത് കളർ മാറുകയും ചെയ്യും മുറുകയും ചെയ്യും. അതുകൊണ്ട് അധിക സമയം ഇടാതെ പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്, ഞാനിതിന്ന് കോരി മാറ്റാണ്. നിങ്ങളും ഈ പാകത്തിന് തന്നെ എടുക്കുക. ഇനി ഡയറക്റ്റായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തവർ ഇതുപോലെ നമ്മൾ കോരി എടുക്കുന്ന തവ നന്നായിട്ടൊന്ന് ചൂടായ എണ്ണയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ഈ തവയിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ 2 ലെയറിൽ കൂടുതൽ കനത്തിൽ പ്രസ് ചെയ്യരുത് കേട്ടോ. ഒരുപാട് അങ്ങായ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പ്രസ് ചെയ്തെടുത്ത ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് കുറച്ച് സമയം മുക്കി പിടിക്കുക. ഒരു 2 സെക്കൻഡിന് ശേഷം വെടിപ്പിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നവർ ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. കുറച്ച് സമയം ഇട്ട് ഒരു ചെറിയ ക്രിസ്പിനെസ് ആയ ശേഷമാണ് നമ്മൾ വെടിപ്പിക്കാൻ ശ്രമിക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലോട്ട് ചുറ്റിക്കുന്ന സമയത്ത് മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ച് ചുരുണ്ടുവിടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും കുക്കായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിൽ കോരിയെടുക്കുകയാണ്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാം. ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ നമുക്ക് റൗണ്ടിൽ തോളയുള്ള ഒരു തവ വേണം. അതല്ല ബൂന്തി ഉണ്ടാക്കുന്ന ലഡുവിൻ്റെ ഒക്കെ ബൂന്തി ഉണ്ടാക്കുന്ന തവ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും. ഓയിൽ നല്ല ചൂടായിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി തവയുടെ മുകളിൽ കൂടിയും നമുക്ക് മാവ് വെച്ചെടുക്കാം. ബൂന്തികളായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ചാടിക്കോളും. നമ്മൾ ബൂന്തിക്ക് വേണ്ടി എടുക്കുന്ന ബാറ്റർ ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബൂന്തികളായിട്ട് ചാടത്തില്ല കേട്ടോ. ബാറ്റർ ലൂസായി കഴിഞ്ഞാൽ അത് ബോൾ ആവത്തില്ല. അതുപോലെ തന്നെ ബാറ്റർ ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ നമ്മുടെ തവയെ കൂടി ഇട്ട് കഴിയുമ്പോൾ താഴത്തേക്ക് ചാടാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ ക്രിസ്പി ആവാനും ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ച് തന്നെ അത് ക്ലിയർ ചെയ്യാം. തവയെ കൂടി ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ച് തന്നെ വെച്ച് നോക്കിയാൽ മതിയല്ലോ. ഉണ്ടകളായിട്ട് ബോളുകളായിട്ട് ചാടുന്നുണ്ടോ എന്ന് നോക്കാം. ബൂന്തി കുറച്ച് സമയം ഇട്ട് തന്നെ വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഒരെണ്ണടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടോന്ന്. ക്രിസ്പി ആയ ശേഷം മാത്രം കോരിയെടുക്കുക. അതുപോലെ ഞാൻ ഈ ബൂന്തിയുടെ ബാറ്ററിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ഇട്ടായിരുന്നു കേട്ടോ. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടായിരുന്നു, നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. കളറുള്ള മിക്സറിനേലും ഒന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കപ്പലണ്ടി ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 സെക്കൻഡ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഇതാവുന്ന ഒന്നാമത്തേലും നമ്മുടെ കപ്പലണ്ടി വറുത്ത കപ്പലണ്ടിയാണ്. അതുകൊണ്ട് ഇതിൽ ഇട്ടായിരുന്നാലും നമ്മൾ വേവ് അറിയത്തില്ല. എടുത്ത് കുറച്ച് കഴിഞ്ഞാലാണ് അത് മുറുകത്തുള്ളൂ. അപ്പോൾ ഒരുപാട് അങ്ങ് മുറുകിയിട്ടൊക്കെ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് 2 സെക്കൻഡ് മാത്രം ഇട്ടിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ഗോൾഡൻ കളറായി കഴിയുമ്പോൾ കോരിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പൊട്ടുകടല ഇട്ട് കൊടുക്കുക. പൊട്ടുകടല നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് കോരിയെടുക്കുക. ഇനി ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പില നിങ്ങൾക്കെല്ലാം അറിയാം, നന്നായിട്ട് പെട്ടെന്ന് തന്നെ ക്രിസ്പിയായി വരും. ക്രിസ്പിയായി വരുന്ന സമയത്ത് കോരിയെടുക്കുക. ഇനി നമുക്ക് ഈ മിക്സറൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. വല്ലാതെ അമർത്തി പ്രസ് ചെയ്യണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞു പോരും. ഇത്ര ബലമൊന്നുമില്ലല്ലോ, കടലമാവല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചതെല്ലാം ഇട്ട് കൊടുക്കുക. വെള്ളുള്ളി, അത് ബൂന്തി കേട്ടോ, ബൂന്തി തീരെ കുറഞ്ഞു പോയി. കപ്പലണ്ടി, പൊട്ടടല എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ഇപ്പം തന്നെ ഇട്ടെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ വല്ലാതെ അങ്ങ് പൊടിഞ്ഞുകൊണ്ടല്ലോ എന്നോർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടിടാന്ന് വെച്ച്. വേപ്പിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പ് നിങ്ങൾക്ക് പാകമായിട്ട് തോന്നാന്നുണ്ടെങ്കിൽ പിന്നെ ഇടണമെന്നില്ല, എങ്കിലും ഒരു ചെറിയ ഉപ്പ് ഇട്ടാലാണ് ഒരു നല്ലൊരു ഫ്ലേവർ വരുള്ളൂ. ഉപ്പിൻ്റെയും കായപ്പൊടിയുടെയും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. നമ്മൾ വാങ്ങുന്ന മിക്സറിലൊക്കെ മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്താണ് വരുന്നത്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്